ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നഗരസഭാ ഭരണം കിട്ടിയ മേയർ ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ വെറും ഒരു കൗൺസിലറായിട്ടാണെങ്കിൽ ഈ മത്സരത്തിന് തയ്യാറാകുമായിരുന്നു? ഇല്ല, അതല്ല ഞാൻ പറഞ്ഞില്ല. അതല്ല, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഡം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പില്ല? അതിനെ പറ്റി ചർച്ച ഒന്നും നടന്നിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ടാവില്ല. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ BJP പാർട്ടിയുടെ ഒരു പ്രവർത്തകയായി സേവനം ചെയ്യാനായിട്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ഒരു ചർച്ചയും നടന്നിട്ടില്ല. നിങ്ങൾ പത്രക്കാർ നടത്തിയ ചർച്ചയേ ഉള്ളൂ. ശാസ്തമംഗലം വാർഡ് ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ശ്രീലേഖ മാഡത്തിനെ പരിഗണിക്കുന്നു എന്നുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ആരും പറയുന്നില്ല. പക്ഷെ വലിയ സജീവമായ ചർച്ച. മാഡം താല്പര്യമാണ്? നിങ്ങൾ പത്രക്കാർ പലരും പറയുന്നതേ ഉള്ളൂ, അല്ലാതെ എന്നോട് ഇതാരും പറഞ്ഞിട്ടില്ല, ഞാനിതാരോടും പറഞ്ഞിട്ടില്ല. ഞാനിതിപ്പോൾ ആദ്യം പത്രങ്ങളിലൂടെ മാത്രമാണ് അറിയുന്നത്. ഞാൻ ഇവിടെ എനിക്ക് 5 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ശാസ്തമംഗലം വാർഡിന്റെ വികസനവും മെച്ചപ്പെടലുമാണ്. ഞാൻ കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഒരു വാർഡ് നല്ലതായിട്ട്. എനിക്ക് പറയാൻ ഇഷ്ടമില്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഇഷ്ടം. ഈ വാർഡ് എങ്ങനെ ഏറ്റവും നല്ല ഒരു വാർഡാക്കി മാറ്റാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ, ജനങ്ങളുടെ സേവനം ചെയ്ത് തിരുവനന്തപുരത്തിനെ ജനങ്ങളെ എല്ലാവരും അറിയിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ തൽക്കാലം താല്പര്യം. ഒരു ലീഡർഷിപ്പ് മേയറാക്കാം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അവഗണിച്ചു എന്നൊരു ചിന്തയുണ്ടോ? ഒരു മനോവിഷമമുണ്ടോ? ഇല്ലെന്നേ, അതല്ല ഞാൻ. നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടെങ്കിൽ അത് പറ, എനിക്കില്ല. ഞാൻ ഒന്നിലും അങ്ങനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എന്നോട് പറഞ്ഞപ്പോൾ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായപ്പോൾ പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇത്. ആ ഓപ്ഷൻ മാറിയത് അവസാന നിമിഷമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനിടയായ സാഹചര്യം, മാഡം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ മാഡത്തെ മേയറാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, പക്ഷെ പിന്നീട് അതല്ല ഉണ്ടായത് എന്ന തരത്തിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തയായിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇതുകൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനെ ഈ ചോദ്യം ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഡാൻ, ആ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഒരു മാന്യത ഉണ്ടായിരുന്നു. പക്ഷെ ഡാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ മാന്യത സംഭവം ലാക്കിംഗ് ആണ്. ഇന്നലത്തെ വീഡിയോയിൽ ഒരു കുട്ടി ഒരു മാന്യമായിട്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അതിന് ഞാൻ മാന്യമായിട്ടൊരു ഉത്തരം പറഞ്ഞു. നിങ്ങൾ അതിനെ വക്രീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള കുരുത്തിത്തിരികെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ആ ആൻസർ തന്നെ ഉറപ്പിച്ചു പറയുന്നു. അതാണ് സംഭവം നടന്നത്. നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. ശ്രീലേഖയുടെ പ്രതികരണമാണ്. അവരുടെ നിലപാട് കൃത്യമാക്കുന്നു. നേരത്തെ പറഞ്ഞ ഈ വിവാദം എന്ന് പറയുന്ന നിലയിലുള്ള ബൈറ്റിലും ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിലും അവർ പറയുന്ന ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒക്കെ തീരുമാനപ്രകാരം അത് മാറ്റി താൻ അതിനെ സ്വീകരിക്കുന്നു എന്നാണ്. അതൃപ്തിയാണോ എന്നത് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അവർ പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറി, ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്നതാണ്. എന്തായാലും